ഹലോ ഗൈസ്, നൈറ്റ്മെറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അഗെയിൻ ന്യൂ ഗെയിം പ്ലേ. നമ്മളിന്നൊരു സൂപ്പർ മാർക്കറ്റാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ പുതിയ സംരംഭം എല്ലാവരും വിജയിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൗണ്ടർ. പോകുന്നതെല്ലാം നമ്മുടെ കസ്റ്റമറാണ്. ഓക്കെ, ഇവരൊക്കെ പതിയെ നമ്മുടെ വീട്ടിലോട്ട് കടയിലോട്ട് വരുന്നതായിരിക്കും. അത് ടിപ്പ് $19. ഓക്കെ, നല്ലൊരു എമൗണ്ടാണ്. നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് ഞാൻ പലചരക്ക് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്ന വെബ്സൈറ്റ്. ആപ്പിളിനൊക്കെ എഞ്ചാതി വില. ഓക്കെ, അത്രയും വില കാരണം നമ്മൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ $89. ഏയ് അസ്തഗ്ഫിറുല്ലാഹ്, പോണേ എൻ്റെ കടയുടെ മുമ്പിൽ കൂടി. അയ്യോ, അടുത്തത് ധാരണ സിലിണ്ടറല്ലേ? ഇതാ സ്ക്വിഡ് ഗെയിം ചത്തില്ലായിരുന്നു. അത് ശരി. ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ കുറേ പാർസലൊന്നും കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ ഇത്രയും പാർസൽ വാങ്ങിച്ചത് കൊണ്ട് നമ്മുടെ പൈസ എല്ലാം കാലിയായി. നമ്മുടെ കീശയിലിപ്പോൾ ഇനി ആകെ $89 ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ ഇനി നമുക്ക് ഷെൽഫിൽ അടുക്കണം. നിങ്ങൾ വിലയൊന്നും കണ്ട് പേടിക്കേണ്ട, ഇതൊക്കെ നമ്മൾ തന്നെ ഫിക്സ് ചെയ്ത് വിലയാണ്. പിന്നെ ഈ പെട്ടി കുപ്പത്തൊട്ടി ഇടാൻ പാടില്ല. അതാ ഈ പോകുന്ന അതാ എല്ലാവരും ഉണ്ട് ഇവിടെ അല്ലേ. നമ്മൾ വിചാരിച്ച് ഇങ്ങനത്തെ പാർസൽ ഉള്ളവരേ ഉള്ളൂ. ഇവിടെ നല്ലവരായ ഹിജാബ് ഇട്ടവരൊക്കെ ഉണ്ട്, അല്ലാത്ത പാഷൻകാരും ഉണ്ട്. ഓക്കെ, എല്ലാവരും. അതെന്താ ഞാൻ ചവിട്ടി തെറിപ്പിച്ചാ? ഓ മൈ ഗോഡ്, സാധനം പൊട്ടിയാ. നമുക്കെന്തായാലും ഈ ഫ്രൂട്ടി ഇവിടെ എടുക്കാം. ഫ്രൂട്ടി ആണെന്ന് തോന്നുന്നു ചോദിക്കില്ലേ, എന്തോ ജ്യൂസ്, അതിൽ ഓറഞ്ച് ജ്യൂസാന്ന് മനസ്സിലായല്ലോ. അത് മതി. ഓക്കെ, പെട്ടി അതാ ഫിറ്റിക്കകത്തു നിന്നൊക്കെ ഇറങ്ങി വരുന്ന ഓറഞ്ച് ജ്യൂസ്. എന്താ, ഓ ഇത് ഷെൽഫറ ഇരിപ്പുണ്ടല്ലോ. ഓ ഷിറ്റ്, ഞാനത് നോക്കാതെ ചറ പറങ്ങ് ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ എന്തായാലും കടയെടുത്ത് വെക്കാം, അല്ലാതെ ഇപ്പോൾ കളയാൻ പറ്റത്തില്ല. ഇനിയും പാർസൽ കിടപ്പുണ്ട്. ഇതെന്താ സാധനം? എന്താ ഓട്സാ? എന്തോ സാധനം. നമുക്ക് ഇങ്ങനെ കുപ്പത്തൊട്ടി ഇടുന്നതുകൊണ്ടാണ് ഈ വരുമാനം കിട്ടുന്നത്. കുപ്പത്തൊട്ടിയുടെ കാര്യം കൊണ്ട് $90 ആയിരിക്കുന്നു. സൺഫ്ലവർ ഓയിൽ അവിടെ പറ്റത്തില്ലേ? ഓക്കെ, സൺഫ്ലവർ ഓയിൽ ഇവിടെ വെക്കാം. എവിടെയായാലും ഇവരിങ്ങനെ കുഴിഞ്ഞൊന്നും ഒന്നും എടുക്കൂല. നമ്മൾ ഷെൽഫ് വെച്ച് കൊടുത്താൽ മാത്രമേ എടുക്കത്തുള്ളൂ. എന്താ ചെയ്യലേ? അല്ലെ പിന്നെ ഇതൊക്കെ വിറ്റ് പോയപ്പോൾ എനിക്ക് നല്ല കാശ് കിട്ടിയത്. എന്താ ചായപ്പൊടിയാണ്. ഓക്കെ, ചായപ്പൊടി എന്തായാലും വെച്ചിട്ടുണ്ട്. നോ മോർ പ്രോഡക്ട്സ്. അപ്പോൾ ഇത് 30 കളയെ നേരെയായി. അതാ കളഞ്ഞു. $0.25. ഇതൊക്കെ വളരെ കുറവാണ്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതും ആ നേരത്തെ പൊട്ടിച്ച് ഓട്സാന്ന് തോന്നുന്നു. അതെ അത് തന്നെ. ഇതെല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് വെക്കുമ്പോഴാണ് കസ്റ്റമർക്ക് ഒരു ഇമ്പ്രഷൻ വരിക. ചായപ്പൊടി ഇതൊക്കെ നെസ്കേഫിൻ്റെ കാപ്പി പൊടിയാണ്. ഓക്കെ, ഇതിലൂടെ വെക്കാം. ഓക്കെ, വെച്ചു. ഇനി 2 പാർസലും കൂടി ബാക്കിയുണ്ട്. ഇതിനകത്ത് എന്താ ചായപ്പൊടിയാണ്? ചായപ്പൊടി മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഞാൻ ചായക്കട തുടങ്ങിയത്. ഇത് സൂപ്പർ മാർക്കറ്റ്. പക്ഷേ ഞാൻ തന്നെ ഓരോ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ. ഇതൊക്കെ കടയെടുത്ത് വെക്കണം എന്തായാലും. വീണ്ടും എണ്ണ എങ്ങനെ ഇരിക്കണം? ഇപ്പം 2 പെട്ടി എണ്ണയുണ്ട്, 2 പെട്ടി ചായപ്പൊടിയുണ്ട്, പിന്നെന്താ ഒരു ഓട്സും. കടയുടെ ആദ്യത്തെ ദിവസം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മാന്യ സദസ്സിന് വന്ദനം. അല്ല, കസ്റ്റമർക്കെല്ലാം വെൽക്കം. ഇതേ പുറത്തുകൂടി എല്ലാം തേരാ പാരാ പോകുന്നുണ്ട്. ഒരു കടയിൽ കയറാത്ത എന്താണെന്ന് ചോദിച്ചാൽ കട ക്ലോസ് ആണ്. ഇപ്പോഴാണ് ഓപ്പൺ ആയത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഹലോ കസ്റ്റമർ. ഇതായിരിക്കും ഇങ്ങനെ ഒന്ന് ചലച്ചാൽ കസ്റ്റമർ വരുന്നു. അതാ വന്നു. എൻ്റെ വാക്കുകൾ എത്രയോ സത്യം അല്ലേ? ഇന്നലെ ആ ഹിജാബ് ഇട്ട പെണ്ണല്ലേ? അതാ അടുത്തോള്. ഓക്കെ, എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവരൊക്കെ നമ്മുടെ കസ്റ്റമറാണിതേ. അതെന്താ തലയിൽ തോർത്ത? അതാ പോലീസ് മാമൻ. ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ടല്ലേ? അതായത് ഇവനൊക്കെ എന്താണ് ബാസ്ക്കറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഓക്കെ, അതാ അവിടെ എത്തിക്ക് കംപ്ലൈൻറ്റ് എന്നും എനിക്കൊരു ശീലമാണ്. എന്താ മോളെ ചൂടാണ്? വെളിച്ചെണ്ണയില്ലെന്താ ഈ പെട്ടിയിൽ ഇതിന് വെളിച്ചെണ്ണയില്ലേ? ഇത് വെളിച്ചെണ്ണയില്ലേ? ആണല്ലോ. അസ്തഗ്ഫിറുല്ലാ, ദാ വന്ന് ആ പെണ്ണ്. നമ്മൾ ഓടട്ടെ. ഓക്കെ. ശരിക്കും പർച്ചേസ് ചെയ്തു. അങ്ങനെ വേണം. വെൽഡൺ. ഓ കാർഡാണോ? ഓക്കെ, നോ പ്രോബ്ലം. $19.64. ഓക്കെ, കറക്റ്റല്ലേ? ടിപ്പ്. ഓക്കെ. ഇവരെ കാണാൻ സബ്സിലുണ്ടല്ലോ. ഓക്കെ, അളിയൻ ഡോളറാണ്. അല്ലാതെയാണ് ക്യാഷ്, ഓൺലൈനല്ല. $29.
ഡോളർ. ആ ഓക്കെ. 25, 26, 27, 28, 29 ഇത്രയേ ഉള്ളൂ. ഇനി 80. കണക്കിൽ ഞാൻ പുലിയാണേ, അതുകൊണ്ട് കണക്കൊക്കെ എല്ലാം കറക്റ്റായിരിക്കും. 80 കറക്റ്റല്ലേ അവനെ? ടിപ്പ് കറക്റ്റ്. ഓക്കെ, ഹിജാബിട്ട വെച്ച് കുറേ പർച്ചേസ് ചെയ്തല്ലോ. ഓക്കെ, താങ്ക്സ് ഫോർ ചൂസിങ് മൈ ഷോപ്പ്. ഓ, കാർഡാണോ? ഓക്കെ, നോ പ്രോബ്ലം. $26, 98 ഓക്കെ. ടിപ്പ് എന്താ? പോലീസ് മാമന് രാവിലെ വീട്ടിൽ നിന്നിട്ട് പാലൊന്നും വാങ്ങിച്ചുകൊണ്ട് വരാത്തുണ്ട്, അതുകൊണ്ട് പാല് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. അതല്ലല്ലോ അവളൊന്നും ഉറങ്ങുന്നത്. അടുത്തവർക്ക് ബില്ലടിക്കണം. എണീറ്റ്. ഓക്കെ, പോലീസ് മാമൻ്റെ കണക്ക് കറക്റ്റല്ലേ മാമ? 50 അവളില്ലേ? 8 കൂടി വേണം. കറക്റ്റായില്ലേ? ഓക്കെ. ടിപ്പ്. ഈ പെണ്ണും പിള്ള എന്താ ചെയ്യുക? വിളക്ക് എന്തുവാ കേസ് കൊടുക്കുക? എൻ്റെ കടയിലൊന്നും വേണ്ട. എനിക്ക് കേസ് കൊടുക്കുന്നു, ഫോണൊക്കെ എടുക്കില്ലല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ചേച്ചിയുടെ കറക്റ്റല്ലേ? ഓക്കെ, ടിപ്പൊക്കെ തന്നെ നല്ല ശരിയാണ്. ഓക്കെ, അതാ ഇവരെ കാണാൻ. അതെ, ഇവിടെ മുട്ട അവനെന്തോ കൊതിയിട്ടോടെ പറയുന്നില്ല. ഇവിടെ മുട്ട. ഓക്കെ, കസ്റ്റമർ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഡീൽ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇവരെ നല്ല മാന്യമായി ഡീൽ ചെയ്യുക. ഓക്കെ, കളി ടിപ്പ് ഒന്നും. ഓക്കെ, ഇവരെ കാണാൻ BTS കൊണ്ടുണ്ട്. എന്താ മതി ഒരു സാധനമുള്ളൂ. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു പല്ലി മുട്ട വായിച്ചിട്ട് അതിന് പോയില്ലേ. ടിപ്പ് നല്ല ഇറങ്ങാം. ഓക്കെ, 2 കാപ്പിപ്പൊടി അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് പറയാളെ. കാപ്പിപ്പൊടി ഇട്ടാണ് ചായ ഇടുന്നതല്ലല്ലോ. ലവള് തുറങ്ങുന്നത്. അതാ നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയത്തില്ല. ഒരുത്തന്നെ അവിടെ നിന്നപ്പോഴേ തരി പറയാ ഇവിടെ മുട്ടയുള്ളത്. എൻ്റെ അളിയ മുട്ടയ്ക്ക് മുട്ടക്കടയില്ലേ മുട്ട. ഇയാൾ എന്തവിടെ ചെയ്യുന്നത്? സൂപ്പർ മാർക്കറ്റാ. സോറി ഏട്ടാ, മുട്ട എടുക്കാൻ മറന്നുപോയി. പക്ഷെ മുട്ടയ്ക്കുള്ള ലൈസൻസ് ഇല്ല. ചേച്ചിക്ക് ബാലൻസ് ഒന്നും വരത്തില്ല. അതൊക്കെ കറക്റ്റാണ്. അതാ $38. ഓക്കെ, 8 കൂടി വേണം. ഇനി 8 പോരാ, 27 സെൻറ്റ് കൂടി അങ്ങോട്ട് വരും. കറക്റ്റായില്ലേ? ഇവിടെയൊക്കെ മോന്നല്ല ഇടിച്ചോ. ഇപ്പം നേരത്തെ വന്നോയില്ലേ അല്ലേ? എന്തായാലും കുഴപ്പമില്ല. വന്നവർക്ക് വീണ്ടും വരാം. സ്ഥിരം കസ്റ്റമർക്ക് സ്പെഷ്യൽ ഓഫർ. പോലീസുകാർ ഇവന്മാരെല്ലാം അടക്കം പറിച്ചില്ല ആൾക്കാരാണല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പറയണേ. ഞാൻ അവിടെ ഒരു പരാതി പെട്ടി എഴുതി വെച്ചാൽ പിന്നെ പരാതി പെട്ടി എല്ലാം അറിയും. അതുകൊണ്ടാണ് എഴുതാത്തത്. ഓക്കെ, പോലീസ് മാമന് കണക്കൊക്കെ കറക്റ്റാ. ബാലൻസ് ഒന്നും വരത്തില്ല. ഈ ചേട്ടനോ $4.78 വരും. $4 പിന്നെ 78 കൂടി 25, 78 കറക്റ്റല്ലേ? കണക്കിലൊക്കെ പുലിയാണ്, അതുകൊണ്ട് കണക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും. അത് പേടിക്കണ്ട. ഈ അമ്മച്ചിയാണ് നേരത്തെ ഈ പെണ്ണുമ്പിള്ള എണ്ണയായി അവിടെ പെട്ടിക്കകത്ത് വെച്ചേക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, ചെറുതായിട്ടൊന്ന് തെറ്റി. അത് പുലികൾക്ക് പറ്റുന്ന പ്രശ്നമാണ്. മനുഷ്യനല്ലേ, പേടിക്കണ്ട. ഓക്കെ, നമ്മളെങ്ങനെ വേണമെങ്കിലും കറക്റ്റാക്കി വിടത്തോളൂ. ഓക്കെ, $10. നമുക്ക് കാർഡും അല്ലാതെയും ഒരുപാട് പേര് നമ്മളെ പൈസ തന്നു സഹായിക്കുന്നു. അവിടെ ഒരു ചേച്ചി ഓറഞ്ചില്ലെന്ന് പറയുന്നത്. എന്താ ചേച്ചി ഓറഞ്ച് തീർന്നോ? ഓറഞ്ച് ഉണ്ടായിരുന്നല്ലോ ഷെൽഫിൽ. ഓക്കെ, ഇവരെ കൂടി ഡീൽ ചെയ്തിട്ട് പോട്ടെ. ഈ ഹിജാബിട്ട പെണ്ണക്കാണ്ട് സ്ഥിരം കസ്റ്റമറാണ്. എന്താ ചെയ്യുക? ഓറഞ്ചില്ല. ഓറഞ്ചിൻ്റെ കുറവ് വേണ്ട. ഇപ്പം തന്നെ ഓറഞ്ച് വരും, പേടിക്കണ്ട. ഫ്രീ ഡെലിവറി അല്ല, ഫാസ്റ്റ് ഡെലിവറി. ഓറഞ്ചൊക്കെ മാനത്തുനിന്ന് കണ്ട് മുളയ്ക്കുക. എന്താ ചെയ്യുക? എന്നാ ചേച്ചി ഓറഞ്ച് ഇനി അവിടെ തന്നെ നിൽക്കണ്ട, കുന്തം പിഴിഞ്ഞു മതി. ഓറഞ്ചിന് വരും $1.80 ഉള്ളു. പെട്ടെന്ന് എടുത്തോ. ഇപ്പം ചൂടോടെ എടുത്താൽ ഇപ്പം കിട്ടും. അല്ലേതും ഇല്ല, പോലീസൊന്നും ഉണ്ടു. എന്താ ഇങ്ങനെ വിഴിഞ്ഞിരിക്കുന്നതാ? അപ്പം ഇനി സാധനങ്ങളോടെ നിരത്തണം. എല്ലാവരും പർച്ചേസ് ചെയ്ത് കാലിയാക്കി. ഓക്കെ, ഈ പെട്ടിയെല്ലാം ഈ ചവിട്ട് കൊണ്ടിടാം. ഓക്കെ, പെട്ടെന്ന് ഓയിൽ നിരത്തട്ടെ. നേരത്തെ ആരാണ്ട് ഇവിടെ ഓയിൽ ചോദിച്ചായിരുന്നു. ഓയിലില്ല. ഇനി ഓയിൽ വേണ്ടവർ വന്ന ഓയിൽ ഈസ് നൗ അല്ല അവൈലബിൾ. അതെ. ഇനി കാപ്പിപ്പൊടി. പട്ടാളക്കാരനാണ് എൻ്റെ അളിയ. പട്ടാളം മുതൽ അമ്പാനി വരെ നമ്മുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നു. ഇല്ല പെണ്ണ് ദേ നീറേ കണ്ണ് ജിമ്മ്. ഓക്കെ, ഈ പെണ്ണ് ഇതുവരെയായിട്ട് ഓറഞ്ച് എടുത്തില്ലേ? ഈ പെണ്ണുമ്പിള്ളേത് ഓറഞ്ച് കണ്ണു തുറന്ന് നോക്ക്. മുസമ്പി അല്ല, ഓറഞ്ച്. അയ്യോ, ഇവിടെ ആൾക്കാർ ക്യൂ വയ്ക്കുന്നു. ഈ ഓറഞ്ച് വേണേ വായിച്ചാൽ മതി. പെണ്ണുമ്പിള്ളേ പോലീസിനെ മനസ്സിലായത് ഓറഞ്ചാണ്. അവള് വിചാരിച്ചു മുസമ്പിയാണ്. അവളെ മുസമ്പിയാന്ന് വിളിച്ചത്. അവലെ ഉറപ്പില്ല എന്തായാലും. ഓക്കെ,
ഓക്കെ എല്ലാം കറക്റ്റ്. ഓക്കെ ഇയാളെ പ്രൊഫസറാണ്. ഓക്കെ ഇയാൾക്ക് ബാലൻസ് ഒന്നും ചെല്ലത്തില്ല. ഓക്കെ ടിപ്പ് എന്തെങ്കിലും താങ്ക്സ്. അതാ ഇവരെന്തിനാ ഇത്ര ഓയില്? സംതിങ് ഫിഷി വേണ്ടാട്ടോ, എത്ര ഓയിലൊന്നും ആവശ്യമില്ലേ? ഓക്കെ അതാ പിന്നെ അധികമൊന്നും ഞാൻ ഒരിക്കലും കൊടുക്കത്തില്ല, അക്കാര്യത്തിൽ പേടിക്കണ്ട. എല്ലാം അതുപോലെ തിരിച്ചു വാങ്ങി. അധികം ഒന്നും ഒരു ചില്ലി കാശ് അധികം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒരേ അതാണ് നമ്മളെ ഡീല്. ഓക്കെ വിട്ടോ ടിപ്പൊന്നും വേണ്ട. പിന്നെ മോന്നട്ടപ്പോൾ എനിക്ക് മനസ്സിലാവും ടിപ്പ് ആയിരിക്കും. ഓക്കെ ചേച്ചിക്ക് ടിപ്പ് ഉണ്ട് ടിപ്പുണ്ട്. ബിഗ് ഫാൻ എനിക്കിപ്പോൾ ബില്ലടിച്ച് തരാം. അല്ലെ ചാൻ പോകുന്നത് എന്തിനാ ഫുഡൊക്കെ. നാളെ പേടി വിട്ട് പോകാണോ. പ്ലെയർ 786. ഓക്കെ കാപ്പിപ്പൊടി. എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് എന്താ കാലം പോകുന്നത്. ഓക്കെ എന്തായാലും പൈസ നമ്മൾ എന്താണ് ബാങ്കിൽ പോയി എടുക്കേണ്ടി വരും. ഓക്കെ നല്ലൊരു ബിസിനസ്. ഇത് ഇയാളാണ് ഞാൻ പറഞ്ഞ അമ്പാനി കട്ടുണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. കറക്റ്റല്ലേ ടിപ്പ്. ഓക്കെ മൊട്ടെ നീല് നേരത്തെ ഇവിടെ വന്നേ കാർഡാണല്ലോ. ഓക്കെ അതും കറക്റ്റ്. അതാ അടുത്ത് ആ ചേച്ചിക്ക് തരട്ടെ. ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് ആൾക്കറിയാം. എന്തായാലും നമുക്ക് നമ്മുടെ ബിസിനസ് നോക്കി പോവാം. നമുക്ക് മറ്റ് പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ഓക്കെ എല്ലാം കറക്റ്റ്. ടിപ്പൊക്കെ തന്നു. ഓക്കെ നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അത് എൻ്റെ ഡേ ഒക്കെ കാണിക്കുന്നു. അതിനു മുമ്പ് നമുക്കിവിടെ ചില പരിപാടികളൊക്കെ ഉണ്ട്. കടയിൽ ക്ലോസ്ഡാ. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കടയിൽ ഒരു ദിവസം ഡേ. ഇവിടെ മൊത്തം ആളുമ്പാക്കി. ഇത് ആരുടെ ഇതൊക്കെ ചെയ്തേ? അതാ എന്തായാലും നമുക്ക് മൊപ്പിട്ടൊക്കെ തുടയ്ക്കാനൊക്കെ പറ്റും. നമ്മൾ തന്നെ തുടയ്ക്കണമില്ലേ, നമ്മളാണല്ലേ കടയുടെ ഓണർ. ഓക്കെ നല്ല ഭംഗി. ഇതൊക്കെ ആരോടാ ചെയ്തേ? കാശ് കൊടുത്ത് ഇറക്കുന്നില്ലേ ഇതുപടി. മാനേഴ്സൊക്കെ വേണ്ടേ? ഇത് കണ്ട ചവിട്ടി കാണിക്കുക. നമ്മളിപ്പോൾ അടുത്ത് ചവിട്ടി കാണിക്കുക. ഓക്കെ ഇതെന്തായാലും അങ്ങോട്ട് കറക്റ്റായിട്ട് ഇരുന്നു. ഓക്കെ അതോടെ മൂലയ്ക്ക് ഇരിക്കട്ടെ. ഇതൊക്കെ എന്നാലും ആരാ ചെയ്തേ? ഒരു കാശ് പോലും തന്നില്ലല്ലോ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട്. നമ്മൾ ബില്ലടിക്കുന്ന നേരം കൊണ്ട് ആരോ കടയൊന്നും ചെയ്തേ. നമ്മളിവിടെ കടയിട്ടത് അതിലത്തെ കടക്കാരന് ഇഷ്ടപ്പെട്ടില്ല. അവൻ തന്നെ ആയിരിക്കും. ചുമ്മാറിൻ്റെ അത് ഇവിടുത്തെ കസ്റ്റമർ തന്നെയാണ്, വേറെ ആരും. ഇവിടെ അയലത്തങ്ങ് ഒരു കട ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. അവിടെ ഒരു എന്താണ് മനുഷ്യൻ്റെ കുട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇവിടെ തന്നെ തുടരേണ്ടി വരും. നമ്മളെ അതാണ് ഈ കസ്റ്റമറുടെ എന്താണ് തെള്ളിൻ്റെ കാരണം. ഇവിടെ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണ് സൂപ്പർ മാർക്കറ്റ് വരുന്നത്, അതറിയാമോ? അപ്പോൾ ഇത്തരം സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമ നമ്മളും കൂടി ആയതുകൊണ്ട് പിന്നെ പറയേ വേണ്ട, ഒടുക്കത്തെ തിരക്കാണ്. ഓയിലൊക്കെ ഓക്കെ അതൊക്കെ ഇത് ഇപ്പോൾ കൊണ്ട് കളഞ്ഞാൽ നമുക്ക് എല്ലാ ഓയിലും വിലപ്പെട്ടതാണ്. ഓക്കെ എല്ലാം കറക്റ്റല്ലേ? എല്ലാം കറക്റ്റ്. അതാ കാപ്പിക്കുരു ഇതെല്ലാം ഇവിടെ എടുക്കണം. അപ്പോൾ ഇന്ന് നല്ല ശരിക്കും നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും ഒരുവിധം വിറ്റ് പോയിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങൾ ഇവിടെ മിച്ചമുണ്ട്, അതൊക്കെ ഇവിടെ ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. പാലില്ല ഒന്നി. ഇപ്പോൾ എണ്ണിനെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലേ. പോകണ്ടേ ഇവിടെ? എല്ലാം കറക്റ്റല്ലേ? കറക്റ്റാണ്. പ്രൈസ് ടാഗ് ഇതൊക്കെ നമ്മൾ ഫിക്സഡ് റേറ്റാണ്. അതിൽ നിന്ന് അങ്ങോട്ടും ഒരു ചില്ലി കാശ് നമ്മൾ കുറയ്ക്കത്തില്ല. ഇതാണ് ജീവിച്ച് പോകേണ്ടത്. ഇങ്ങനെയൊക്കെ വില പറഞ്ഞ് വേശ്യ നമ്മുടെ കയ്യിൽ മിച്ചമൊന്നും കാണത്തില്ല. എന്തായാലും നമുക്ക് പാലില്ല, പാൽ ഓർഡർ ചെയ്യണം. അതിനു മുമ്പ് ഞങ്ങൾക്ക് ലൈസൻസ് കാണിച്ചു തരാം. ഇതൊക്കെയാണ് എൻ്റെ ലൈസൻസ്. മറ്റേ ടൂൾ കിറ്റിനൊക്കെ ലൈസൻസ് ഉണ്ട്, $75. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പം $422 ഉണ്ട്. എങ്കിലും നമുക്കിപ്പോൾ ചിലവാക്കാം ഒരു മടി. എന്തായാലും നമുക്ക് പാലൊക്കെ ഓർഡർ ചെയ്യാം. അതിന് മുമ്പ് ആപ്പിള്, ആഡംസ് ആപ്പിൾ, സ്പാനിഷ് ഓറഞ്ച്, എല്ലാ വെറൈറ്റി അവക്കാഡോ, അവക്കാഡോസ്, യെസ് എല്ലാ വെറൈറ്റി. അപ്പോൾ നമ്മളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങൾ വരുന്നതല്ല പിറ്റേന്ന് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിനി ബാക്കി വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യല്ലേ? ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായെന്ന് തോന്നുന്നു. ധാരവിടെ വണ്ടി കൊണ്ടിട്ടെ. ഓക്കെ അവള് പോന്നു. ഇവിടെ ഒരു പായന്തലെടുന്ന കിടന്നോ, അത്രേ ഉള്ളില്ലേ. അപ്പോൾ ഓർഡർ ചെയ്തതിൽ ഒരു സാധനം ഇപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും കൈയോടെ ഷെൽഫിലെടുക്കാം. ഇതാണ് ആഡമിൻ്റെ ആപ്പിൾ. നമ്മുടെ തൊണ്ടയ്ക്ക് കാണാനല്ലേ പറയുന്നത് ആഡം ആപ്പിൾ. അതുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു തരം ആപ്പിൾ. ഇത് നമ്മുടെ സ്റ്റോറേജ്
എന്തായാലും ഒരു കടമുറിയും കൂടിയൊക്കെ വാങ്ങിക്കണം. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനുള്ള ലൈസൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ താൽക്കാലികം ഈ കൊച്ചു കടമുറിയിൽ ഒതുങ്ങിയാണ്. അതാ ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഈ സിറ്റിയിലെ ആകെയുള്ളൊരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെയാണെന്ന് വീണ്ടും പ്രൊമോഷൻ ചെയ്യുകയാണ്. ഡേ 6 കംപ്ലീറ്റഡ്. അതാ 3 പേര് ആഗ്രഹം. ഇത് മിക്കവാറും മുട്ടയും മറ്റേ ലവളും ആയിരിക്കും. ഓക്കെ, എന്തായാലും അപ്പോൾ എല്ലാവർക്കും ബൈ.